The groom is a very good friend now over the past few months. ഫ്രണ്ട് ത്രൂ ആണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. हजारों चांद से भरा हो आसमां लगे ऐसी कोई घड़ी ഞങ്ങൾ രണ്ടുപേരും കല്യാണം നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പിന്നെ ഡേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. मेरे दिल का शहर के जैसे जुगनू की टोली आ गई. हाँ, ख्वाबों का ख्वाब था, जन्मों का राबता, मंजिल कदमों की तो अब तो ही रास्ता. मैं हीर तेरी, हाँ हीर तेरी, तू राझड़ मेरा है रब से सोना इश्क इश्क से साजन मेरा. मैं हीर तेरी, हाँ हीर तेरी, तू राझड़ मेरा है रब से सोना इश्क इश्क से साजन मेरा. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൾ നല്ല പോസിറ്റീവാണ്, എപ്പോഴും നല്ല ഒരു വൈബ്രൻ്റ് ആണ്, ഒരു ജോയ്ഫുൾ ക്യാരക്ടറാണ്. അതുകൊണ്ട് കൂടെ ഉള്ളത് നൈസാണ്. And he's the exact opposite of me. So what I am is what he's not. So it's a perfect combination. We're like polar opposites, so it works perfectly well is what I feel. तेरे आंसू आज से मेरे नैनों के हैं, मेरी तो हर खुशी तेरे चैनों में है. सांसें मेरी हो, दिल तेरा मशहूर हो, नाता तेरा मेरा रब को मंजूर है. ख्वाबों का ख्वाब था, जन्मों का राबता, मंजिल कदमों की तो अब तो ही रास्ता.
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കോപത്തിൽ ഞങ്ങളെ ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. റഹുബേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ യദനായെ വിളിച്ച് ഒരു ചുരുൾ എടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഹുബേൽ തൻ്റെ ഭാര്യ യദനായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറിയൊരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയുവാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്റെ നിരന്തരമായ ആ സഹായവും നിന്റെ ഏകജാതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൂട്ടുകെട്ടും എല്ലാം വിശുദ്ധീകരിക്കുന്നവനും ജീവദായകനുമായ ഉപാധിശായുടെ സഹവാസവും എന്നും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിന്റെ പ്രിയ മകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ പരസ്പര സ്നേഹത്തിനും സഹിഷ്ണുതയിലും ബഹുമാനത്തിനും സംതൃപ്തിയിലും കഴിയുന്ന ഒരു പുത്തൻ കുടുംബം കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതത്തിലൂടെയുള്ള ഇവരുടെ സഭാസേവന മാതൃകാപരവും അഭികാമ്യവുമായി തീരട്ടെ. അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നിനക്ക് സ്തുതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുവാനിടയാകട്ടെ. പിതാവും പുത്രനും പ്രവാദപുരുഷായുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രവാദപുരുഷായുടെ സംസർഗവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഉണ്ടാകുകയില്ല. പച്ചയായ പുൽത്തടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമപ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നേൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തി സ്തുതിയും മഹത്വവും കൊടുത്തേക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുള്ള സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ ഫലമായ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്
ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബ്ബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ ജോണിനെയും എലിസബത്തിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്നു കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതരത്തെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നാകുന്ന നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ ഉന്നത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന ആ സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. ആമേൻ. കർത്താവേ, നീക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതാങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങളൊക്കെ പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിന് നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞ രത്നഗിരി ഇടവകയുടെ ഏറ്റവും ബഹുമാനായ വിനാരീശൻ നരികാട്ടച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ മെനാറ്റേരി തോമസ് അച്ച, താനിരിപ്പാറ ജോസഫ് അച്ച, ഇന്നത്തെ ദിവസത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായിരിക്കുന്ന ജോൺ, എലിസബത്ത്, സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും പേരിൽ ജോണിനും എലിസബത്തിനും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. ഈ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളിന്ന് ഏറ്റുപറയുന്ന വാഗ്ദാനം ജീവിതാവസാനം വരെ സുരക്ഷിതമായി വിശ്വസ്തയോടുകൂടി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെയെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് വിവാഹ വാഗ്ദാനം നടത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. ദൈവമനുഷ്യന് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു പ്രകടനമായിട്ട് വിവാഹ വാഗ്ദാനത്തെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വിവാഹമെന്ന കൂദാശയ്ക്ക് ഞാൻ പൂർണ്ണമായും സമ്മതമാണ്, എനിക്ക് ഒരുക്കമാണ്, എൻ്റെ പൂർണ്ണമായ അറിവോടുകൂടിയാണ് ഞാൻ ഈ കൂദാശ സ്വീകരിക്കാനായിട്ട് ഇയാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഒരുങ്ങുന്നത് എന്ന് പറയുകയാണ്. പക്ഷേ എന്തുകൊണ്ടാവാം വാക്കുകളിലൂടെ ഈ വാഗ്ദാനം നമ്മൾ നൽകുക? സഭയിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് വിവാഹ ജീവിതത്തിലും നമ്മൾ അനുസ്മരിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലും സൃഷ്ടികർമ്മം തുടങ്ങുന്നത് വാക്കുകൊണ്ടാണ്, ഉണ്ടാകട്ടെ എന്നുള്ളത്. തുടർന്ന് പ്രവാചകന്മാർ പറയുന്നത് മുഴുവൻ വാക്കാണ്. അടുത്ത നാളുകളിൽ എന്ത് സംഭവിക്കും, രക്ഷ എപ്രകാരമാണ് ഉണ്ടാവുക എന്നുള്ളത് യേശു പറഞ്ഞ സുവിശേഷം മുഴുവനും വാക്കിലാണ്, പ്രവൃത്തികളുമുണ്ട്. ഇനിയും അവൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന വാക്കിൻ്റെയും അടിസ്ഥാനമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഇങ്ങനെ സജീവമായി നിൽക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാകട്ടെ. നിങ്ങളുടെയിൽ സ്നേഹവും ബഹുമാനവും സജീവമാകുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും. നിങ്ങളിതായതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാവില്ല എന്നല്ല, പ്രതിസന്ധികളുണ്ടാവും. അതിനെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഹരിച്ച് ചെറുതാക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ.
വളരെ ശ്രദ്ധേയമായിട്ടുള്ള മേനാച്ചേരി കുടുംബം രത്നഗിരി ഞങ്ങളുടെ ബന്ധം അതായതുകൊണ്ട് അത് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ അസ്തേന്തിയായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. ജോസഫ് അച്ഛൻ ഇപ്പോഴും അസ്തേന്തിയായിട്ട് തുടരുന്നു. അച്ഛൻ പുരോഗതി എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ്റെ എല്ലാ സഹോദരങ്ങളും സഭയോടും സഭാ പ്രസ്ഥാനങ്ങളോടും വിശ്വാസ പരിശീലനത്തോടും ഒക്കെ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. ചാച്ചനിലൂടെയും അമ്മയിലൂടെയും പകർന്നു കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയും തുടരുന്നു, ഇനിയും തുടരട്ടെ. അതേ നിലയിലേക്കാണ് നിങ്ങളെ നൽകുക. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറെയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുസൻ എന്ന പേര് അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലയിടങ്ങളിലായിട്ട് വിശ്വാസ ജീവിതത്തിന് ധാർമ്മികതയ്ക്കും കുറവ് വരാതെ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ദൈവത്തെ അടയാളപ്പെടുത്തുകയാണ്. അതേ കാര്യം നിങ്ങളായിരിക്കുന്ന പുതിയിടങ്ങളിലും ഇന്ന് നിങ്ങൾ വാക്കുകൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന വിവാഹം എന്ന ഉദാശയിലൂടെയും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സർവേശ്വരൻ സഹായിക്കുകയും ചെയ്തത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ സരസവും സരളവുമായ ഒരു ഓർമ്മപ്പെടുത്തൽ ജോണും എലിസബത്തും ജീവിക്കുന്നത് കാണുമ്പോൾ അനേകർക്ക് വിവാഹം നല്ലതാണെന്നും പെണ്ണ് കെട്ടാനും അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ടും ആഗ്രഹം തോന്നുന്ന വിധത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. തോമാശ്ലീഹായി പരിശുദ്ധ അമ്മയും മാരോസേപ്പും നമുക്ക് സജീവ മധ്യസ്ഥരാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിനാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിനും ഐക്യത്തിനും കാത്തു സംരക്ഷിക്കണമേ. പിതാവ് പുത്രനും പ്രവാദപുരുഷായുമായ സർവേശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ഞാൻ വാഗ്ദാനം ചെയ്തു. എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ ജോൺ, എലിസബത്ത് എന്നിവരെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബനാഥനായ മാർ യോസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ.
സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബ്ബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എലിസബത്ത് ചേച്ചിയുടെയും ജോണി ചേട്ടന്റെയും എൻഗേജ്മെന്റ് റിസപ്ഷന് വേണ്ടിയാണല്ലോ. ആദ്യമായി തന്നെ നമുക്ക് ബ്രൈഡ് ടു ബീനെയും ഗ്രൂം ടു ബീനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം.
bride-to-be Elizabeth George, daughter of Mr. George Sebastian Mena Cheryl and Mrs. George. She is born in Hyderabad and was brought up in Hyderabad, and she did her graduation in multimedia and now working as a senior graphic designer in Hyderabad. So now coming to the groom-to-be, Johnny Joseph Palathingal, son of late P.J. Joseph and Mrs. Nirmala Joseph. He was born in Trivandrum and grew up in Trivandrum and Bahrain. He is also working as a senior graphic designer in Bangalore. വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ ഒന്നുചേരൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എലിസബത്ത് ചേച്ചിയുടെയും ജോണി ചേട്ടൻ്റെയും കുടുംബാംഗങ്ങളില്ലാതെ ഈ വേദി കംപ്ലീറ്റ് ആവില്ല. ആദ്യം തന്നെ ചേച്ചിയുടെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യാം. ചേച്ചിയുടെ ഫാദർ മിസ്റ്റർ ജോർജ് സെബാസ്റ്റ്യൻ, who is working as a finance manager at a private firm Hyderabad. അടുത്തതായി ചേച്ചിയുടെ മദർ മിസ്സസ് സാലി ജോർജ്, who is working as a staff nurse at Central Government Institute called National Institute of Rural Development, Hyderabad. അടുത്തതായി ചേച്ചിയുടെ വൺ ആൻഡ് ഓൺലി ബ്രദർ ബിനു ജോർജിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിനു ഈസ് ഡൂയിങ് ഹിസ് മാസ്റ്റേഴ്സ് ഫ്രം UK. Now let me invite the mother of the groom-to-be, Mrs. Nirmala Joseph Palathingal House, who is working with US Navy in Bahrain at Naval Base.
सदियों से तेरा ही मैया रे मैया रे, सदियों से तेरा ही मैया रे मैया रे। बेजान मेरी जान है, तू जान भरने आया है, तू ही जिस पे मेरा होता नहीं कुछ ज़ाया। लो माना बस तू है, तुझी से ही है इश्क मेरा। लो माना बस तू है, तुझी से ही है इश्क मेरा। ये ख्वाब है या क्या है जो तूने है दिखलाया, दुनिया भले ही रूठे रहेगा तेरा साया। लो माना बस तू है, तुझी से ही है इश्क मेरा। लो माना बस तू है, तुझी से ही है इश्क मेरा।